ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മോക്ക കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കുറച്ച് നാൾ മുന്നേ വളരെ വൈറലായിട്ട് ഓടിയിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു ഡാൽഗുണ കോഫി. അപ്പോൾ ഡാൽഗുണ കോഫി കണക്കെയല്ല ഇത്, നമ്മൾ ഇതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ നല്ല സ്വീറ്റാണ്, നല്ല സിമ്പിളായിട്ട് ബീറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി കോഫിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കോഫി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന അതേ കപ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് നമുക്കൊരു 2 പീസ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഗാലക്സിയുടെ 2 പീസാണ് ഉപയോഗിക്കുന്നത്. ഡയറി മിൽക്കോ ഏത് മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഇതിനകത്തോട്ടേക്കൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അത് ഒന്നങ്ങ് യോജിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ചോക്ലേറ്റ് ഉള്ളത് കൊണ്ട് നല്ല സ്വീറ്റ് ആയിരിക്കും. പിന്നെ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ബ്രൂ കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒത്തിരി നേരം അങ്ങ് ബീറ്റ് ചെയ്ത് നമ്മൾ ഡാൽഗുണക്കൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ബീറ്റ് ചെയ്ത് പതപ്പിച്ച് കളർ ചേഞ്ച് ആക്കുന്ന രീതിയിലോ നമ്മൾ ക്യാപ്പിച്ചിന് റെഡിയാക്കി എടുക്കുന്ന ആ രീതിയിലൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റും കോഫി പൗഡറൊക്കെ ഒന്നങ്ങ് മിക്സായിട്ട് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലതുപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. അപ്പോൾ ഞാൻ ആ ഒരു കപ്പിന് 1 കപ്പ് പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ഇത്തിരി മധുരം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കോഫി മിക്സിനകത്ത് നിങ്ങൾക്ക് മധുരം കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഈ ഒരു സമയത്ത് പാലിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പാൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകിൽ സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം മതി ഒന്ന് ജസ്റ്റ് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പതഞ്ഞിരിക്കുന്ന ഭാഗം ഗ്ലാസ്സിനകത്തോട്ടേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാതെ പാൽ മാത്രം വരുന്ന രീതിയിൽ ഒന്ന് ചരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മുഴുവൻ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ ആ പതഞ്ഞിരിക്കുന്ന ഭാഗം ഇതുപോലെ ഗ്ലാസ്സിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്ത സമയത്ത് ഞാനൊരു ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കോഫി മിക്സ് നിങ്ങൾ ഒരു ഇത്തിരി മാറ്റി വെച്ചാൽ മതി. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ സൈഡിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മോക്ക കോഫി നമുക്ക് ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല സ്വീറ്റാണ് കേട്ടോ. ശരിക്കും കുട്ടികൾക്ക് പോലും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ല വെറൈറ്റി ഡിഷസ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.